എൻ്റെ പൂർവികരായിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണിത്. ഇവിടെ ഉള്ള ആളുകൾ പഴഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് സ്ഥിരമായിട്ട് വ്യാപാരത്തിനായിട്ടും മടക്കി വിൽക്കാനൊക്കെ ആയിട്ട് വരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇവിടുത്തെ ആളുകളുടെ ആവശ്യപ്രകാരം ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല എന്ന് പറഞ്ഞൊരു ആവശ്യപ്രകാരം എൻ്റെ പൂർവികർ ഇവിടെ വന്ന് ആരംഭിച്ചു എന്നാണ് നമ്മുടെ തറവാട്ടിലെല്ലാം എഴുതപ്പെട്ടിട്ടുള്ളത്. അതിനെ ഇവിടെ ഒരു കുടുംബത്തെ മറക്കാൻ പറ്റില്ല. ആലുങ്ങൽ കമ്മുട്ടി മുഖാരി എന്ന് പറയുന്ന കുടുംബക്കാരുടെ സ്ഥലം എടുത്തിട്ടാണ് നമ്മൾ സ്കൂൾ തുടങ്ങിയിട്ടുള്ളത്. അതിനുശേഷം 10-12 വർഷത്തിന് ശേഷമാണ് ആ സ്ഥലം നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ് സ്കൂൾ ഇവിടെ വരുന്നത് ഒരു ചരിത്രം. പിന്നെ ഒരുപാട് നാളുകളായതിൻ്റെ പേരിൽ ചുരുങ്ങിയതൊരു 4-5 തലമുറ ഇവിടെ വിദ്യാഭ്യാസിച്ച് പോയിട്ടുണ്ട്. അവരെ എല്ലാം ആദ്യ അക്ഷരം നൽകിയ ഗുരുനാഥന്മാരെ ഈ അവസരത്തിൽ ഓർക്കുന്നു. തന്നെയുമല്ല, ഒരുപാട് അധ്യാപകർ നമ്മെ വിട്ടുപോയിട്ടുണ്ട്. ഒരുപാട് അധ്യാപകർ വിരമിച്ചവരെ ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട്. എല്ലാവരുമായിട്ട് നല്ല അടുപ്പമാണ്, ക്ലോസ് ഫ്രണ്ട്ഷിപ്പാണ് എന്നെനിക്ക് ധൈര്യമായിട്ട് തുറന്നു പറയാം. എനിക്ക് ചെറിയ പ്രായമാണെങ്കിലും എനിക്ക് 60 വയസ്സാവാറായിട്ടാണ്. കുറച്ച് പൗഡറൊക്കെ ഇട്ട് മേക്കപ്പ് ചെയ്ത് ചെറുതായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും ഇപ്പോഴുള്ള അധ്യാപകരായിട്ട് കൂടുതൽ സ്ഥിരമായിട്ട് എനിക്ക് തോന്നുന്നത് ടൗണിൽ വെച്ചിട്ടായാലും അടുത്ത ദിവസം വരെ റെസ്റ്റോറൻറ്റിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് എല്ലാ അധ്യാപകരായിട്ടും നമുക്ക് നല്ല അടുപ്പുണ്ട്. അതുപോലെ അധ്യാപകർക്ക് ഈ നാട്ടിലെ ജനങ്ങളായിട്ടും നല്ല അടുപ്പുണ്ട്. അതിന് തെളിവാണ് എന്തൊരു കാര്യത്തിനും ഈ നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങളും ഒത്തുചേർന്ന് PTA, MPTA അതുപോലെ നാട്ടുകാരെല്ലാവരും ഒത്തുചേർന്ന് അധ്യാപകർ കൂടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ 100 വർഷം തികയുന്നതിന് മുന്നേ തന്നെ നമുക്ക് വളരെ ഭംഗിയിൽ ഹൈടെക്കായി ഒരു വിദ്യാലയം നമുക്ക് ഈ നാടിന് സമർപ്പിക്കാനായി സാധിച്ചു. അതിലതായി സന്തോഷമുണ്ട്. വലിയ വലിയ ഫീസ് കൊടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മുന്നിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ഹൈടെക് രീതിയിൽ പഠിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരുക്കാനായിട്ട് സാധിച്ചു. അതിലധികമായി എല്ലാവരോടും നന്ദി പറയുന്നു. അതുപോലെ ഇതുപോലെ നമുക്ക് സഹകരിച്ച് നമ്മുടെ നാട്ടുകാരോടും അതുപോലെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, വിദ്യാഭ്യാസ വകുപ്പ് എല്ലാവരോടും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. തുടർന്നും എല്ലാവരുടെ സഹകരണം നമ്മുടെ സ്കൂളിന് ആവശ്യമാണ്. പിന്നെ ഒരുപാട് അടുപ്പമുണ്ട്. ഷൈനി ടീച്ചർ എല്ലാ കാര്യങ്ങൾക്കും വിളിക്കും. എല്ലാ ടീച്ചർമാരും അങ്ങനെ തന്നെയാണ്. എങ്കിലും ദീർഘനാളത്തെ ഒരു പ്രവർത്തനത്തിന് ശേഷം വിരമിക്കുന്ന ഷൈനി ടീച്ചർക്ക് ബാക്കിയുള്ള ശിഷ്ടകാലം സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഇരിക്കുവാനും കുടുംബത്തോടൊപ്പം നല്ല അനുഭവങ്ങൾ പങ്കുവച്ച് ആരോഗ്യ സൗഖ്യത്തോടും കൂടി ഇരിക്കുവാനായി ആശംസിക്കുന്നു. അതുപോലെ എല്ലാവർക്കും സമാധാനപരമായ ജീവിതവും ആരോഗ്യവും നൽകുവാനായി സർവീസിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരുപാട് നന്ദി. നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള നമ്മുടെ ഉദ്ഘാടനം